സെമി ടെസർ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഇതുപോലെ 4 ഡിഫറെൻറ്റ് പാറ്റേൺ വന്നിട്ടുള്ള സെറ്റ്സിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. അതായത് ഒരെണ്ണം വരുന്നത് ഇതുപോലെ ചെറിയതൊരു കോപ്പർ സറി വീവിങ് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. 1350 റേഞ്ച് വരെ നല്ല ബ്യൂട്ടിഫുൾ ദുപ്പട്ടയായിട്ട് വരുന്നത്. ഇതൊരു പാറ്റേൺ, അതിൻ്റെ തന്നെ ഇത്രയും കളേഴ്സ് വരുന്നുണ്ട്. പിന്നെ വരുന്ന പാറ്റേൺ ഇതുപോലെ ഡയമണ്ട് ഷേപ്പ് വന്നിട്ടുള്ള പാറ്റേൺ ആണ് കേട്ടോ. ഈ ഒരു പാറ്റേൺ അതിലൊരു സിൽവർ സറി വീവിങ് ആണ് വന്നേക്കുന്നത്. ബ്യൂട്ടിഫുൾ സെറ്റ്സ് ആണ്, നല്ല ലെങ്ത് വിടുത്തോടെ ദുപ്പട്ടയാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ വരുന്ന പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെറിയ സെറി വീവിങ് വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ സെറ്റാണ്. ഇതെല്ലാം പ്യുവർ ടസറിൻ്റെ അതേ ഫീലാണ് കേട്ടോ. ഇതിന് 1350 ആണ് റേറ്റ്. പിന്നെ വരുന്നത് ഈ ഒരു പാറ്റേണും കൂടെ ഉണ്ട്, പ്ലെയിൻ ആയിട്ട് വന്നിട്ട്. ഇതിൽ ദുപ്പട്ടയുടെ എൻഡ് പോർഷനിലും സ്ലീവ്സിലും ഈ ഒരു പോർഷനിലൊക്കെ വർക്ക് വരുന്നുണ്ട്. ഞാനത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത് 1250 ആണ് റേറ്റ്. അപ്പോൾ 4 ഡിഫറെൻറ്റ് പാറ്റേൺസ് ആണ് കാണിക്കുന്നത്. എല്ലാം ബ്യൂട്ടിഫുൾ സെറ്റ്സ് ആണ്. ബുക്കിംഗ്സ് സൈറ്റ് തന്നെ ചെയ്യുക. www.glitzindia.in ആണ് സൈറ്റ് ഐ ഡി. സൈറ്റ് ബുക്ക് ചെയ്ത് നമ്മൾ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. നെക്സ്റ്റ് കൊണ്ട് വരുന്നത് ഇതുപോലെ നല്ലൊരു ഗ്രേ ഷെയ്ഡിൽ കോപ്പർ സറി വീവിങ് ആണ് വന്നിരിക്കുന്നത്. യോക്കിലാണ് വർക്ക് വന്നിരിക്കുന്നത്. ദുപ്പട്ട ബ്യൂട്ടിഫുൾ ദുപ്പട്ട, സറ്റിൽ എലഗൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ. ഇതൊക്കെ തയ്ച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും. ടസറിൻ്റെ അതേ ഫീൽ തന്നെയാണ് കേട്ടോ. 1350 റേറ്റ്. നെക്സ്റ്റ് കളർ വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ലെങ്ത്തിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല ലെങ്ത്ത് വെച്ചിട്ടുണ്ട് ഫാബ്രിക്കിൽ. ദുപ്പട്ട ആണെങ്കിലും നല്ല ലെങ്ത്തും വിട്ടുള്ള ദുപ്പട്ട. എൻഡ് പോർഷനിൽ എന്താണ്ടോ കോപ്പർ സറി വീവിങ് വന്നിട്ടുള്ള വർക്കാണ് ചെയ്തേക്കുന്നത്. ബോട്ടം സെയിം ടോൺ ആണ്. കളറൊക്കെ നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ്. ബ്ലാക്കിൽ ഇതുപോലെ യോക്കിലാണ് വർക്ക് വന്നേക്കുന്നത്. ബ്യൂട്ടിഫുൾ വർക്ക് പാറ്റേൺ. ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നത് ഇതുപോലെ ദാമൻ ഏരിയയിൽ നല്ല ഭംഗിയുള്ള വർക്കും ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. നെക്സ്റ്റ് വൺ വരുന്നത് ഡാർക്ക് മെറൂൺ ഷെയ്ഡ്. എല്ലാം നല്ല ഷെയ്ഡ്സാണ്. ഇതിന് സിൽവറാണ് കേട്ടോ വർക്ക് വന്നേക്കുന്നത്. സിൽവറും കോപ്പർ വർക്കും വന്നിട്ടുണ്ട്. ഇതിപ്പോൾ സിൽവറാണ്. സിമ്പിളായിട്ടുള്ള വർക്ക്. യോക്ക് നല്ല നീറ്റായിട്ടിരിക്കും. നല്ല സ്ക്വയർ നെക്കോ അല്ലെങ്കിൽ വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്കോ ഒക്കെ എടുത്താൽ നല്ലതാണ്. ദുപ്പട്ടയുടെ എൻഡ് പോർഷൻ കണ്ടോ നല്ല വീവിങ് പാറ്റേണിലാണ് വന്നേക്കുന്നത്. ബോട്ടം വന്നേക്കുന്നത് സെയിം ടോൺ 1350 റേഞ്ച്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്കിൽ സിൽവർ വർക്ക് വന്നിട്ടുള്ളത്. ഇതുപോലെ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഒരു കോമ്പിനേഷൻ കാണാനായിട്ട്. ദുപ്പട്ടയുടെ എൻഡ് പോർഷനിൽ ദാമൻ ഏരിയയിലാണ് വർക്ക് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ. ബോട്ടം സെയിം ടോൺ. ഇതിൻ്റെ എല്ലാ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തേക്കാം. 1-2 കളേഴ്സും കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ ഒരു പാറ്റേൺ ഇതാണ് 1350 എന്ന റേറ്റ്. ഇതിൽ ഓൾ ഓവർ സറി പോയിട്ടുണ്ട്, കുഞ്ഞായിട്ട് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ എൻഡ് പോർഷൻ കണ്ടറിയാൻ പറ്റും. ഒരു ത്രെഡ് വീവിങ് പോയേക്കുന്നത് നല്ല ഭംഗിയാണ്. നേരിട്ട് കാണുമ്പോഴും നല്ല കളർ കോമ്പിനേഷനും. ഡാർക്ക് മെറൂൺ ഷെയ്ഡ്. ഇങ്ങനെയാണ് ദുപ്പട്ട. ദുപ്പട്ടയുടെ എൻഡിൽ ഇതുപോലെ സറ്റിൽ വർക്ക് വന്നിട്ടുണ്ട്. ഭയങ്കര ക്ലാസി എലഗൻ്റ് ആയിട്ടുള്ള സെറ്റാണ്. ബോട്ടം വന്നിരിക്കുന്നത് ഇതുപോലെ. നെക്സ്റ്റ് കളർ, ഈ കളർ നോക്ക്, എല്ലാവരും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള കളറ്. അതിലിങ്ങനെ വീവിങ് പോയിട്ടുണ്ട്, കുഞ്ഞായിട്ട് വീവിങ് പോയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതുണ്ടോ ആ ഒരു ഷൈനിങ്, ചെറിയൊരു ഷൈനിങ് ഫാബ്രിക്കിലുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിന് പറ്റിയതാണ് ഇത്. ശരിക്കും നല്ല കംഫർട്ടാണ് ഇടാനായിട്ട്. നോർമൽ ലൈനിങ് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്കിൽ കോപ്പർ സറി വീവിങ്. അതും നല്ല ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ. ദുപ്പട്ട വന്നിരിക്കുന്നത് സെയിം ഇതുപോലെ. ആൻഡ് ബോട്ടം വന്നിരിക്കുന്നത് ഇങ്ങനെ. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു പേർപ്പിൾ, പ്ലെയിൻ എടുത്ത് പേർപ്പിൾ ഷെയ്ഡ് കേട്ടോ. ഇതുപോലെ ഫുൾ വീവിങ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ബാക്കും ഫ്രണ്ടും വീവിങ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഒരു പാറ്റേണും കൊണ്ട് അതും കൂടി ഞാൻ കാണിച്ചിട്ട് ബാക്കിയെല്ലാം ഫോട്ടോസ് അപ്ലോഡ് ചെയ്തേക്കാം. സെയിം പാറ്റേണും സെയിം ഫാബ്രിക്കും തന്നെ, കളേഴ്സ് മാത്രം ഡിഫറൻസ് ഉള്ളൂ. പക്ഷേ ഓപ്പൺ ചെയ്തിട്ടുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് നോക്കിയിട്ട് ഇഷ്ടമുള്ളത് എടുക്കുക. ഇത് 1250 റേഞ്ചാണ് വരുന്നത്. ഇതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് ബോർഡേഴ്സ് ഇതുപോലെ സിക്സാഗ് ബോർഡേഴ്സ്, ഒരു ടെമ്പിൾ ഡിസൈൻ പോലെ ബോർഡേഴ്സ് വെച്ചിട്ടുണ്ട്. അതിൽ കോപ്പർ സറി വെച്ചിട്ടുള്ള വർക്ക്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് താഴേക്കോ സ്ലിറ്റിലോ ഒക്കെ പാറ്റേൺ ചെയ്തെടുക്കാൻ പറ്റും. നെക്ക് പോർഷനിലൊക്കെ അറ്റാച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. 1250 റേഞ്ച്. നല്ലൊരു ക്ലാസി ആയിട്ടുള്ളൊരു ബോർഡറാണ് വന്നേക്കുന്നത്. ദുപ്പട്ടയിൽ സെൽഫായിട്ട് ഒരു ചെറിയ വീവിങ് പോയിട്ട് അതിലേക്ക് കുഞ്ഞൊരു വർക്കും കൂടി, അതായത് ചെറിയൊരു വാട്ടർ ഗോൾഡ് കളറിലുള്ള സീക്വൻസ് വർക്കും കൂടി ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിൽ ഒരു 4 to 5 കളേഴ്സ് ഉണ്ട്. ഓരോന്നായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് ഫോട്ടോസ് അപ്ലോഡ് ചെയ്തേക്ക് നോക്കിയിട്ട് സൈറ്റ് ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീൻ വിത്ത് അത് വീഡിയോ.
നമ്മുടെ സൈറ്റ് ടൂർ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് ടൂർ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.